ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അച്ഛാ, ദാറ്റ് എന്ത് അപേക്ഷിച്ചാലും യാചിച്ചാലും നമുക്ക് വിശ്വസിച്ചാൽ അത് ലഭിക്കുമെന്ന്. അപ്പോൾ എല്ലാം കിട്ടേണ്ടതല്ലേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമെന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എക്കാലത്തും മനസ്സിൽ കിട്ടുന്ന ഒരു ചിന്ത, എന്ത് വേണമെങ്കിലും ചോദിച്ചോ കിട്ടിക്കോളുമെന്നാണ്. പക്ഷെ യാഥാർത്ഥത്തിൽ അത് ഒട്ടല്ല താനും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനത്തുള്ള കാര്യമാണെന്നൊക്കെ അത് നമുക്ക് സംസാരിക്കാം. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാധ്യത വെച്ചല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ സാധ്യത. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വേണം. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അല്ലാതെ പ്രാർത്ഥിക്കുന്ന എന്തും പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല, എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം വേണം. ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോദ്യവും പറച്ചിലുമല്ല, ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം ആഴപ്പെടലാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മളുടെ ചിന്താഗതികളും അതിനനുസരിച്ച് ചോദ്യങ്ങളുമൊക്കെ മറിയും. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ വളർത്തുന്നു. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ നാളെ ചോദിക്കണമെന്നില്ല. ബൈബിളിൽ തന്നെ നോക്കിയാൽ വലിയ കൊടിയ വേദനയുടെ സമയത്ത് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? ആദ്യം, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? കാരണം ഈ വേദന എടുത്തു മാറ്റണമേ എന്ന്. പക്ഷേ പിതാവുമായിട്ടുള്ള ആ ഐക്യത്തിലും ജീവിതത്തിലും ക്രിസ്തു അതിന് മീതെ വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ആ പ്രാർത്ഥനയെ മാറ്റി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മനസ്സിലായില്ലേ? അപ്പം എന്ത് വേണേലും ചോദിച്ചോ അത് തരുമെന്നല്ല, നമുക്ക് എന്ത് വേണേലും ചോദിക്കാം. പക്ഷെ ഈ ചോദിച്ചും പറഞ്ഞും നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് എത്തുകയല്ലേ, അതിനനുസരിച്ച് ദൈവം നമ്മളെ നയിക്കുകയാണ്. അപ്പം നമ്മുടെ ചിന്താഗതികളും പ്രാർത്ഥനാ രീതികളുമൊക്കെ മാറിമറിയും. ഈ പറഞ്ഞില്ലേ, ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു വചനം ബൈബിളിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയാണ്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഇപ്പൊ ഒരു ഭാഗത്ത് പറഞ്ഞത് ചോദിക്കൂ നൽകും, നിങ്ങൾ ചോദിക്കുന്നത് എന്തിൽ കിട്ടുമെന്ന് വിശ്വസിക്കുവിൻ. പറഞ്ഞ് ഈശോ അവസാനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, അന്ന് നിങ്ങൾ ഒന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അത്രമാത്രം സ്നേഹത്തിൽ നിറയുമ്പോൾ ദൈവം തന്നതൊക്കെ എത്രയാണ്, അതിനൊന്നും കടം വീട്ടാൻ പറ്റാത്ത നമ്മൾ ആ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലാണെന്നുള്ള സംതൃപ്തിയിലേക്ക് എത്തും. പിന്നെ ഈ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകില്ല. അതും പ്രാർത്ഥനയുടെ ഒരു തലമാണ്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. നമ്മൾ അത്രത്തോളം ഒരു വലിയ സ്നേഹബന്ധത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ കണ്ടതെല്ലാം ദൈവം തന്നതല്ലേ. ഇപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഇതെല്ലാം യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട, യേശുക്രിസ്തുവിന് കിട്ടിയത് എന്താണ് പ്രാർത്ഥിച്ചിട്ട്? അല്ലെങ്കിൽ ഈശോ കണ്ട അത്ഭുതം എന്താണ്? നമ്മൾ ബൈബിളിലോട്ട് നോക്കിയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ബൈബിളിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഈശോയ്ക്ക് പിതാവിൽ വിശ്വസിച്ച് ജീവിക്കാനായിട്ട് ഈശോ ചോദിച്ച ചോദ്യങ്ങളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതിനനുസരിച്ച് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടോ? അങ്ങനെ ഈശോയുടെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിച്ചു? പക്ഷെ ഈശോ കണ്ടു, എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അതൊരു വലിയ അത്ഭുതമായിരുന്നു. വയലിലെ പൂക്കളെ നോക്കുവിൻ. സോളമൻ രാജാവ് പോലും ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കൃതനായിട്ടില്ല. പൂക്കളെ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ
ദൈവം എത്രയോ മനോഹരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ നമ്മുടെ കാഴ്ച തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നന്ദിയും സ്തുതിയും ആരാധനയും ഹൃദയം നിറഞ്ഞ സ്നേഹവുമായിട്ട് മാറും. ദൈവത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലല്ലേ നമ്മളിരിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ 5 അപ്പം ഈശോ എടുത്ത് വാഴ്ത്തി വിഭജിച്ച് 5000-ഓളം പേർക്ക് വർദ്ധിപ്പിക്കപ്പെട്ടെന്ന് കേട്ടിട്ട് നമ്മുടെ പ്രശ്നം, നമ്മൾ 5 അപ്പം എടുത്തുകൊണ്ടിരിക്കുക വർദ്ധിപ്പിക്കുക. എന്നിട്ട് പറയുന്നു പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇത് വർദ്ധിക്കുന്നില്ലല്ലോ എന്ന്. അത് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, ബൈബിളിലെ ചില കാര്യങ്ങൾ. അതിൻ്റെ അർത്ഥം എന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. നമുക്ക് കാഴ്ച ഉണ്ടാകുമ്പോൾ മനസ്സിലാകും അതാണ് എപ്പോഴും സംഭവിച്ചതെന്ന്, അല്ലേ? ഈ 5 അപ്പം വർദ്ധിച്ചത് കൊണ്ട് നമ്മൾ അത്ഭുതമെന്ന് പറഞ്ഞു. ഒരു ഗോതമ്പ് മണി വർദ്ധിച്ചതല്ലേ ഒരപ്പം. ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴിഞ്ഞില്ലാതായി അത് ഭൂമിയുടെ പുറന്തോട് പൊട്ടിച്ച് 2 തളിരില പുറത്ത് വന്ന് അത് വളർന്ന് ഗോതമ്പ് ചെടിയായി, അത് നിറയെ ഗോതമ്പ് മണികളായി, ഇത് പൊടിഞ്ഞു കുഴഞ്ഞ് മാവായി, അപ്പമായി. ഈ അപ്പക്കഷ്ണത്തിൽ മണ്ണും മഴയും മഞ്ഞും മരവും വെയിലും എല്ലാം നമ്മുടെ നാവിൻ തുമ്പിൽ രുചിക്കുന്ന വിധത്തിൽ പ്രത്യേക ആനുപാതികത്തിൽ ദൈവം ചേർത്തു. ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാണ് അപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? കാരണം ദൈവം വർദ്ധിപ്പിച്ച അപ്പമല്ലേ ഈ ലോകം മുഴുവൻ. ഒരു മരം കാണുമ്പോൾ ഒരു വിത്തല്ലേ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരമായിട്ട് മനസ്സിലാകുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അത്ഭുതം കണ്ടില്ലേ? നമ്മളീ ശ്വസിക്കുന്ന പ്രാണവായു, ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, ഇതെല്ലാം ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളാണ്. ഇതെല്ലാം ആദരിക്കാനും ഇതിനൊക്കെ വില കൽപ്പിക്കാനുമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഉയരും എന്ന് കരുതി പ്രാർത്ഥനയില്ലാതാകുന്നില്ല. ചില നിർണായക ഘട്ടങ്ങളിൽ നമുക്കിതിനും അപ്പുറം ഒരു സഹായം വേണ്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും എന്നുള്ളതല്ല. എന്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇനിയും അതിനപ്പുറത്തേക്കുള്ള യാത്രയ്ക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനോടകം ഒരു സംതൃപ്തമായ ഹൃദയവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാകും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല.